ഏവർക്കും നമസ്കാരം. ഞാൻ വിശാഖ് പാവുമ്പ. ചലഞ്ചറിൻ്റെ പുതിയൊരു യൂട്യൂബ് സെഷനിലേക്ക് ഏവരെയും സ്വാഗതം ചെയ്യുന്നു. മകളെ, വരാൻ പോകുന്ന ഡിഗ്രി പ്രിലിംസ് പരീക്ഷ ക്രാക്ക് ചെയ്യാൻ ആവശ്യമായ ക്ലാസ്സുകളുമായിട്ടാണ് നമ്മളിപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ രണ്ടാമത്തെ പാർട്ടാണ് ഇന്ന് നിങ്ങൾ കാണുന്നത്. കഴിഞ്ഞ ദിവസം നമ്മൾ അപ്ലോഡ് ചെയ്ത വീഡിയോ കാണാത്തവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കാണുക. ഉറപ്പായിട്ടും ഡിഗ്രി നിലവാരത്തിൽ ചോദിക്കുന്ന അല്ലെങ്കിൽ ചോദിക്കാൻ സാധ്യതയുള്ള ചോദ്യങ്ങളാണ് നമ്മൾ പറയുന്നത്. അപ്പം അതെല്ലാവർക്കും ഉപകാരപ്പെടുന്നത് തന്നെയാണ്. അപ്പം ഇത് കൂടുതൽ ഉദ്യോഗാർത്ഥികളോട്ട് എത്തുന്നതിന്, നിങ്ങളുടെ ഫ്രണ്ട്സിലോട്ട് എത്തുന്നതിന് തീർച്ചയായിട്ടും ഇത് ഷെയർ ചെയ്യുക. മാത്രമല്ല നിങ്ങളുടെ കമൻറ്റുകൾ, നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റുകളായിട്ട് രേഖപ്പെടുത്തുക. എല്ലാവർക്കും വിജയാശംസകൾ നേർന്നുകൊണ്ട് നമ്മുടെ പ്രിലിംസും മെയിൻസും ക്രാക്ക് ചെയ്യാൻ ആവശ്യമായ ചോദ്യങ്ങളോട്ട് കിടക്കുന്നു. ഫസ്റ്റ് ചോദ്യം ഇങ്ങനെയാണ് മക്കളെ. മിസ്റ്റർ എക്സും മിസ്റ്റർ വൈയും പ്രതിവർഷം യഥാക്രമം 2,50,000 രൂപയും 5 ലക്ഷം രൂപയും നിക്ഷേപിച്ച് ഒരു ബിസിനസ് ആരംഭിച്ചു. ഒരു വർഷത്തിന് ശേഷം മിസ്റ്റർ എക്സ് 2,50,000 രൂപ കൂടി ബിസിനസ്സിൽ നിക്ഷേപിച്ചു. അതേസമയം മിസ്റ്റർ വൈ ബിസിനസ്സിൽ നിന്നും 1 ലക്ഷം രൂപ പിൻവലിച്ചു. 2 വർഷം കഴിയുമ്പോൾ മൊത്തം ലാഭം 6,60,000 രൂപയാണെങ്കിൽ ഓരോരുത്തരുടെയും ലാഭം എത്ര? ഓപ്ഷൻ ഉണ്ട്: 3 ലക്ഷം രൂപ വീതം, 3,60,000 രൂപ വീതം, മിസ്റ്റർ എക്സിന് 3 ലക്ഷം രൂപയും മിസ്റ്റർ വൈക്ക് 3,60,000 രൂപയും, അടുത്തത് മിസ്റ്റർ എക്സിന് 3,60,000 രൂപയും മിസ്റ്റർ വൈക്ക് 3 ലക്ഷം രൂപയും. ഇങ്ങനെയാണ് 4 ഓപ്ഷൻസ്. അപ്പം പങ്കാളിത്തം അഥവാ പാർട്ട്ണർഷിപ്പ് എന്നൊരു പാഠം നമുക്ക് പഠിക്കാനുണ്ട്. ആ പാഠവുമായിട്ട് ബന്ധപ്പെട്ട് വന്ന ഒരു പ്രീവിയസ് ചോദ്യമാണ്. ഈ ചോദ്യങ്ങൾ ഇനിയും ആവർത്തിക്കാം. അപ്പോൾ ഇതിൻ്റെ കൺസെപ്റ്റ് എന്താണ്, ഇത്തരം ചോദ്യങ്ങൾ എങ്ങനെ ചെയ്യാം എന്ന് മനസ്സിലാക്കി പഠിക്കാൻ ഈ ഒരു വീഡിയോ അവസാനം വരെ കാണുക. ഓക്കെ, ഒന്നുകൂടെ ചോദ്യം ഒരിക്കൽ കൂടെ. മിസ്റ്റർ എക്സും മിസ്റ്റർ വൈയും പ്രതിവർഷം യഥാക്രമം 2,50,000 രൂപയും 5 ലക്ഷം രൂപയും നിക്ഷേപിച്ച് ഒരു ബിസിനസ് ആരംഭിച്ചു. ഓക്കെ ആണേ. ഒരു വർഷം കഴിഞ്ഞപ്പം മിസ്റ്റർ എക്സ് 2,50,000 രൂപ കൂടി ബിസിനസ്സിൽ നിക്ഷേപിച്ചു. അതേസമയം മിസ്റ്റർ വൈ ബിസിനസ്സിൽ നിന്ന് 1 ലക്ഷം രൂപ പിൻവലിച്ചു. ഇനി പറയുന്നു, ആ 2 വർഷങ്ങൾ കഴിഞ്ഞപ്പം മൊത്തത്തിൽ മക്കളെ 6,60,000 രൂപ ലാഭം കിട്ടി എങ്കിൽ ഓരോരുത്തരുടെയും ലാഭം എത്ര, ലാഭവിഹിതം എത്ര എന്നാണ് കണ്ടെത്തേണ്ടത്. നിങ്ങളൊന്നും അറിയാത്തവരാണെങ്കിൽ പോലും 2 ഓപ്ഷൻ മക്കളെ വൃത്തിയായിട്ട് ചോദ്യം വായിച്ചവർക്ക് എടുത്ത് കളയാൻ പറ്റും. 2 ഓപ്ഷൻ എടുത്ത് കളയാൻ പറ്റും. എടാ, നിങ്ങൾക്കൊന്നും അറിയത്തില്ല, ചെയ്യാനൊന്നും അറിയത്തില്ല, ഒരു പുല്ലും അറിയത്തില്ലെന്ന് വെക്ക്, 2 ഓപ്ഷൻ എടുത്ത് കളയാം. അതെങ്ങനെയാണെന്നറിയുമോ മക്കളെ? ഫസ്റ്റ് ഓപ്ഷൻ പറയുന്നു 3 ലക്ഷം രൂപ വീതമെന്ന്. 2 വർഷം കഴിഞ്ഞപ്പോൾ അവർക്ക് കിട്ടിയ മൊത്തം ലാഭം എത്ര രൂപയാണ്? 6,60,000 രൂപയാണ്. അവർക്ക് കിട്ടിയ മൊത്തം ലാഭം എത്ര രൂപയാണ്? 6,60,000 രൂപ. അപ്പം ഫസ്റ്റ് ഓപ്ഷൻ 3 ലക്ഷം രൂപ വീതം എന്ന് പറയുന്നു. നമുക്കറിയാം 2 പേർക്കൂടെ 3 ലക്ഷം വീതം കൊടുക്കുമ്പോൾ മൊത്തത്തിൽ മക്കളെ 6 ലക്ഷം ആവുന്നുള്ളൂ. ലാഭവിഹിതം 6,60,000 ഉണ്ട്. ബാക്കി 60,000 എവിടെ പോയി? അപ്പോൾ ഒരു കാര്യം മനസ്സിലായി മക്കളെ, ഫസ്റ്റ് ഓപ്ഷൻ 3 ലക്ഷം വീതം എന്നുള്ളത് തെറ്റാണ്. സെക്കൻഡ് ഓപ്ഷൻ 3,60,000 രൂപ വീതം എന്ന് പറയുന്നു. എടാ, 3,60,000 വീതം 2 പേർക്ക് കൊടുക്കണമെങ്കിൽ 3,60,000 3,60,000 കൂട്ടിയാൽ 7,20,000 വരും. ടോട്ടൽ ലാഭം 7,20,000 ഉണ്ടോ? ഇല്ല. അപ്പം മനസ്സിലായി, എടാ ഓപ്ഷൻ ബിയും അല്ല. പിന്നെ ആകെപ്പാടെ 2 ഓപ്ഷൻ. വൃത്തിയായിട്ട് ഒന്നും നന്നായിട്ടൊക്കെ ചിന്തിക്കുന്നവർക്ക് വേണമെങ്കിൽ ഇവിടുന്ന് ഓപ്ഷൻ നോക്കി ഉത്തരവിടുക. വേണ്ട, നമ്മളിതെങ്ങനെ ചെയ്തെടുക്കും എന്ന് പറയട്ടെ. ഇതെങ്ങനെയാണ് ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ മക്കളെ ഒന്നുമില്ല. എപ്പോഴും എടാ, ഇവരിടയ്ക്ക് ഒരു വർഷം കഴിഞ്ഞപ്പോൾ ഒരുത്തൻ 2.5 ലക്ഷം കൊണ്ടുവരികയും ചെയ്ത് ഒരുത്തൻ 1 ലക്ഷം എടുത്തോണ്ട് പോവുകയും ചെയ്തു. ആ ഒരു ക്ലോസ് വെച്ചതുകൊണ്ടാണ് നിങ്ങളെ കൊണ്ട് ചെയ്യാൻ പറ്റാതെ പോയത് അല്ലേ? അപ്പം ഇത് എപ്പോഴും ലാഭവും നഷ്ടവും വീരിക്കേണ്ടത് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ മക്കളെ, അവരുടെ മൂലധനം ബിസിനസ് ഉപയോഗിച്ച ക്രമത്തിൽ അല്ലെങ്കിൽ കാലഘട്ടത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് അവരുടെ ലാഭവും നഷ്ടവും ഇരിക്കേണ്ടത്. എടാ, അവരുടെ മൂലധനം, അവരുടെ തുക ബിസിനസ്സിൽ എത്ര നാൾ വിനിയോഗിക്കപ്പെട്ടോ അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ലാഭവും നഷ്ടവും ഇരിക്കേണ്ടത്. ഒന്നുകൂടെ പറയാം, അവർ കൊണ്ടുവന്ന അവരുടെ തുക, അവരുടെ മൂലധനം ബിസിനസ്സിൽ എത്ര നാൾ വിനിയോഗിക്കപ്പെട്ടോ അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ലാഭവും നഷ്ടവും ഇരിക്കേണ്ടത്. അപ്പോൾ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി. മിസ്റ്റർ എക്സ് എടാ 2,50,000 ആണ് കൊണ്ടുവന്നത്. മിസ്റ്റർ വൈയോ എടാ 5 ലക്ഷം രൂപയും കൊണ്ടുവന്നേ, 5 ലക്ഷവും കൊണ്ടുവന്നേ. അപ്പോൾ നമുക്ക് ഇങ്ങനെ തുടങ്ങാം.
എടാ എക്സിൻ്റെ തുകയായ 2,50,000 2,50,000 കറക്റ്റ് മക്കളെ ഒരു കൊല്ലം ബിസിനസ്സിൽ വിനിയോഗിച്ചില്ലയോ? എടാ ഒരു കൊല്ലം കഴിയുമ്പോഴേ എന്തൊക്കെയോ മാറ്റങ്ങൾ വരാൻ പോകുന്നത്. കറക്റ്റ് ഒരു കൊല്ലം വിനിയോഗിച്ചില്ലയോ? ഒരു കൊല്ലം. അപ്പം നിങ്ങൾ ഒരു കൊല്ലം എന്നുള്ളതിനെ 2,50,000 മക്കളെ കറക്റ്റ് ഒരു കൊല്ലം വിനിയോഗിച്ച് ബിസിനസ് ആണോ? അതേപോലെ എടാ മിസ്റ്റർ വൈ അപ്പം എന്ത് ചെയ്ത്? മിസ്റ്റർ വൈയുടെ 5 ലക്ഷം രൂപ 5 ലക്ഷം രൂപ കറക്റ്റ് ഒരു കൊല്ലം വിനിയോഗിച്ചില്ലേ മക്കളെ ബിസിനസ്സിൽ? വിനിയോഗിച്ചു. എടാ ഒരു കൊല്ലം കഴിയുമ്പോഴല്ലയോ മാറ്റങ്ങൾ വരുന്നത്. അപ്പോൾ ആദ്യത്തെ ഒരു കൊല്ലത്തെക്കുറിച്ച് ഒന്ന് ആലോചിച്ച് നോക്ക്. എക്സിൻ്റെ 2.5 ലക്ഷം രൂപ ബിസിനസ്സിൽ വിനിയോഗിച്ചു, വൈയുടെ 5 ലക്ഷം രൂപയും ബിസിനസ്സിൽ വിനിയോഗിച്ചു. ഒരു കൊല്ലം, കറക്റ്റ് ഒരു കൊല്ലം. കണ്ടോ? ശരി, ഇനി ഒരു കൊല്ലം കഴിഞ്ഞപ്പോൾ എന്തോ മക്കളെ മാറ്റം വന്നത്? എടാ മിസ്റ്റർ എക്സ് വീണ്ടും 2,50,000 രൂപ കൂടി ബിസിനസ്സിൽ കൊണ്ടുവരുന്നു. അതേസമയം മിസ്റ്റർ വൈ 1 ലക്ഷം രൂപ പിൻവലിച്ചു. ഓക്കെ, നോക്കാം. അപ്പോൾ ആലോചിക്ക്, രണ്ടാമത്തെ കൊല്ലത്തെക്കുറിച്ച് മാത്രം ആലോചിക്ക്. ഇനി പറ, എക്സ് 2.5 ലക്ഷം രൂപ കൂടി കൊണ്ടുവന്നില്ലയോ? എങ്കിൽ മക്കളെ എക്സിൻ്റെ തുകയെന്ന് പറഞ്ഞാൽ ആദ്യം ഉണ്ടായിരുന്ന 2.5 ലക്ഷം രൂപയും ഇനിയും ഉണ്ട്, പുതുതായിട്ട് കൊണ്ടുവന്ന 2 ലക്ഷം രൂപ പിന്നെയും ഉണ്ട്. എങ്കിൽ രണ്ടാമത്തെ കൊല്ലം എക്സിൻ്റെ തുകയായിട്ട് അവിടെ വിനിയോഗിക്കപ്പെടുന്നത് മക്കളെ മൊത്തം 5 ലക്ഷം രൂപയല്ലേ? ആലോചിക്ക്, രണ്ടാമത് കൊണ്ടുവന്ന 2.5 ലക്ഷം രൂപ മാത്രമല്ല ഇനി ഉള്ളത്. ആദ്യം കൊണ്ടുവന്ന 2.5 ലക്ഷം രൂപ അവിടെ തന്നെ കിടപ്പുണ്ട്, എടുത്തോണ്ട് പോയിട്ടില്ല. ആ 2.5യും പുതുതായിട്ട് കൊണ്ടുവന്ന 2.5 ചേർത്ത് ഇനി രണ്ടാമത്തെ ഒരു കൊല്ലം വിനിയോഗിക്കാൻ മക്കളെ എക്സിന് മൊത്തം 5 ലക്ഷം രൂപയുണ്ട്. ആണോ? അപ്പം നമുക്കിതാ ചിന്തിക്കേണ്ടത് 5 ലക്ഷം രൂപ, അതായത് ഇതാ 5 ലക്ഷം രൂപ, എക്സിൻ്റെ 5 ലക്ഷം രൂപയാണ് രണ്ടാമത്തെ ഒരു കൊല്ലം വിനിയോഗിക്കപ്പെടുന്നത്. ഇത് മനസ്സിലായോ? ഇതൊക്കെ ആണോ? എടാ ആദ്യത്തെ ഒരു കൊല്ലം വിനിയോഗിക്കാൻ 2.5 ലക്ഷം രൂപയും രണ്ടാമത്തെ കൊല്ലം വീണ്ടും 2.5 കൊണ്ടുവന്നപ്പം പഴയ 2.5യും ഈ 2.5 ചേർത്ത് രണ്ടാമത്തെ കൊല്ലം മൊത്തം 5 ലക്ഷം രൂപയുണ്ട്. മക്കളെ ഇതാണ് എക്സിൻ്റേതായിട്ട് ആ ബിസിനസ്സിൽ വിനിയോഗിക്കപ്പെടുന്നത്. എക്സിൻ്റെ തുക എന്ന് പറയാൻ ഇതാണ് ആ ബിസിനസ്സിൽ ഉപയോഗിക്കപ്പെട്ടത്. ഓക്കെ. അതേസമയം വൈ എന്തോ മക്കളെ ചെയ്യേ? വൈ അവിടെ നിന്ന് 1 ലക്ഷം രൂപ എടുത്തോണ്ട് പോയില്ലയോ? അവൻ 5 ലക്ഷം രൂപ ഉണ്ടായിരുന്നു, 1 ലക്ഷം എടുത്തോണ്ട് പോയപ്പോൾ ബാക്കി 4 ലക്ഷം രൂപ. അപ്പോൾ രണ്ടാമത്തെ കൊല്ലം വൈയുടെ പേരിൽ അവിടെ 4 ലക്ഷം രൂപയല്ലേ ഉള്ളൂ. അപ്പം 4 ലക്ഷം രൂപയാണ് രണ്ടാമത്തെ കൊല്ലം വൈയുടെ പേരിൽ അവിടെ വിനിയോഗിക്കപ്പെടുന്നത്. അപ്പോൾ രണ്ടാമത്തെ ഒരു കൊല്ലം മാത്രം വൈയുടെ പേരിൽ മക്കളെ 4 ലക്ഷം രൂപ. എങ്കിൽ ഇത് തമ്മിൽ കൂട്ടുന്നതാണ് വൈയുടെ തുകയായിട്ട് അവിടെ വിനിയോഗിക്കപ്പെട്ടത്. മനസ്സിലായോ? ഈ ഒരു സ്റ്റെപ്പ് എഴുതാൻ പറ്റിക്കഴിഞ്ഞാൽ നിങ്ങൾ വിജയിച്ചു. അപ്പോൾ ഈ ഒരു സ്റ്റെപ്പ് ഒരിക്കൽ കൂടെ. എക്സ് ആദ്യം 2.5 ലക്ഷം രൂപയാണ് കൊണ്ടുവന്നത്, അത് ആദ്യത്തെ ഒരു കൊല്ലം വിനിയോഗിച്ചു. വൈയോ അതേസമയം 5 ലക്ഷം രൂപയാണ് മക്കളെ കൊണ്ടുവന്നത്, 5 ലക്ഷം രൂപയാണ് കൊണ്ടുവന്നത്, അതും ഒരു കൊല്ലം വിനിയോഗിച്ചു. ഒരു കൊല്ലം കഴിഞ്ഞപ്പോൾ എക്സ് 2.5 കൂടി വീണ്ടും കൊണ്ടുവരുന്നു. അപ്പോൾ രണ്ടാമത്തെ കൊല്ലത്തിൽ വിനിയോഗിക്കാൻ എക്സിന് പഴയ 2.5 ഉണ്ട്, പുതിയ 2.5 ഉണ്ട്. അപ്പം മൊത്തം എക്സിൻ്റെ പേരിൽ 5 ലക്ഷം രൂപയുണ്ട്. 5 ലക്ഷം രൂപ 5 ലക്ഷം രൂപ കറക്റ്റ് ഒരു കൊല്ലം വിനിയോഗിക്കുന്നു. ശരിയല്ലേ? 5 ലക്ഷം രൂപ ഒരു കൊല്ലം വിനിയോഗിക്കാനുണ്ട്. ഓക്കെ ആണോ? അപ്പോൾ ഇതും ഇത്രയും കൂടെ കൂട്ടുന്നതാണ് എക്സിൻ്റെ അവിടെ മുതൽ എക്സിൻ്റെ നമ്മുടെ ക്യാപിറ്റൽ അഥവാ മൂലധനം വിനിയോഗിക്കപ്പെട്ട കാലയളവ്. വൈ എന്ത് ചെയ്തായിരുന്നു മക്കളെ? 1 ലക്ഷം രൂപ എടുത്തോണ്ട് പോയി. അപ്പോൾ വൈക്ക് ബാക്കി അടുത്തൊരു കൊല്ലത്തേക്ക് വിനിയോഗിക്കാൻ 4 ലക്ഷം രൂപയുള്ളിനി അല്ലേ? 4 ലക്ഷം രൂപ ഒരു കൊല്ലം വിനിയോഗിക്കുന്നു. അപ്പോൾ ഇത് തമ്മിൽ കൂട്ടുന്നതാണ് വൈയുടെ റേഷ്യോ. അപ്പോൾ ഇത് ഈ റേഷ്യോയുടെ ക്രമത്തിലായിരിക്കണം ലാഭവും നഷ്ടവും ഇരിക്കേണ്ടത്. ശരി, നമുക്ക് നോക്കാം. 2.5 ലക്ഷം ഇൻറ്റു 1 എന്ന് പറഞ്ഞാൽ 2.5 ലക്ഷം, 5 ലക്ഷം ഇൻറ്റു 1 എന്ന് പറഞ്ഞാൽ 5 ലക്ഷം. അപ്പോൾ 2.5 ലക്ഷം പ്ലസ് 5 ലക്ഷം എന്ന് പറഞ്ഞാൽ മക്കളെ 7.5 ലക്ഷം. 7,50,000 ഈസ്റ്റു 5 ലക്ഷം ഇൻറ്റു 1 5 ലക്ഷം, 4 ലക്ഷം ഇൻറ്റു 1 4 ലക്ഷം, 5 ലക്ഷം പ്ലസ് 4 ലക്ഷം എന്ന് പറഞ്ഞാൽ 9 ലക്ഷം. ശരി, രണ്ടിടത്തുനിന്ന് മക്കളെ 4 പൂജ്യങ്ങൾ വെട്ടിക്കളയാം. 75:90 എന്ന് വരും. 75നെയും 90നെയും വീണ്ടും വെട്ടാം 15 കൊണ്ട്. 15 കൊണ്ട് വെട്ടുമ്പോൾ 75-നകത്തിൽ 15 5 തവണ, 90-നകത്തിൽ 6 തവണ. ഇനി വെട്ടാൻ പറ്റത്തില്ല. അവരുടെ റേഷ്യോ കിട്ടി മക്കളെ 5:6. അവരുടെ റേഷ്യോ കിട്ടി മക്കളെ 5:6 മതി. ഇത് നോക്കിയിട്ട് പോലും നമുക്ക് ഉത്തരം പറയാം. എങ്ങനെ പറയും? എടാ ഒന്നാമത്തവന് കുറച്ചും രണ്ടാമത്തവനാ കൂടുതൽ. രണ്ടാമത്തവന് കൂടുതൽ. ആദ്യത്തവന് കുറച്ചും കിട്ടുന്നുള്ളൂ, രണ്ടാമത്തവനാണ് കൂടുതൽ കിട്ടുന്നത്. അങ്ങനെ ഒരു ഓപ്ഷൻ ഉണ്ടോ നോക്കി. ആദ്യത്തവന് കുറച്ചും രണ്ടാമത്തവന് കൂടുതലും കിട്ടുന്ന ഓപ്ഷൻ ഏതാ മക്കളെ?
എടാ മിസ്റ്റർ എക്സിന് 3 ലക്ഷവും മിസ്റ്റർ വൈക്ക് 6 ലക്ഷവും 3,60,000. തിരിച്ചിവിടെ എക്സിന് 3,60,000, വൈക്ക് 3 ലക്ഷം രൂപ. അപ്പോൾ ഇതല്ലേ മക്കളെ ശരി ഉത്തരം. എടാ മിസ്റ്റർ എക്സിന് 3 ലക്ഷവും മിസ്റ്റർ വൈക്ക് 3,60,000. ഇതാണ് ശരി. ഇനി ശരിക്കും ഇതെങ്ങനെ ചെയ്തെടുക്കും? നമ്മളോട് പറയുന്നു ഈ 2 കൊല്ലം കഴിഞ്ഞപ്പോൾ അവിടെ മൊത്തത്തിൽ ലാഭം 6,60,000 വന്നെന്ന്. എങ്കിൽ എക്സിന് എത്ര കിട്ടിയെന്നറിയാൻ 5 6 കൂട്ടി 11. അപ്പം മൊത്തം 6,60,000 രൂപയുടെ 11ൽ 5 ഭാഗമാണ് എക്സിന്. അതേപോലെ വൈക്ക് മൊത്തം 6,60,000 രൂപയുടെ 11ൽ 6 ഭാഗമാണ് വൈയുടെ. 11ൽ 6 വെട്ടുമ്പം 11-നകത്ത് 11 ഒരു തവണ, 66-നകത്ത് 6 തവണ, 6 5 30, പിന്നൊരു 4 0 ഉണ്ട് മക്കളെ. 3 ലക്ഷം രൂപ എക്സിന് അല്ലേ. 11-നകത്ത് 11 ഒരു തവണ, 66-നകത്ത് 6 തവണ, 6 6 36, 3,60,000 രൂപ വൈക്ക്. എടാ എക്സിന് 3 ലക്ഷവും വൈക്ക് 3,60,000. നോക്ക്, എക്സിന് 3 ലക്ഷവും വൈക്ക് 3,60,000. ശരിയല്ലേ? പറഞ്ഞത് മനസ്സിലായി കാണും എന്ന് കരുതട്ടെ. സിമ്പിളാ എടാ, വലിയ കാര്യമൊന്നുമില്ല, വളരെ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്ന ചോദ്യമോ. നമുക്ക് അടുത്തൊരു ചോദ്യം നോക്കാം. ബാ. എ ബി എന്നിവർ യഥാക്രമം 20,000 രൂപ 30,000 രൂപ വീതം മുടക്കി ഒരു കച്ചവടം തുടങ്ങി. 6 മാസങ്ങൾക്ക് ശേഷം എ 5,000 രൂപ അധികം നിക്ഷേപിക്കുകയും ബി 10,000 രൂപ പിൻവലിക്കുകയും ചെയ്തു. വർഷാവസാനം 57,000 രൂപ ലാഭം കിട്ടിയാൽ അതിൽ എയുടെ വിഹിതം എത്ര എന്ന് മാത്രം മതി. ബിയുടെ വേണ്ട തൽക്കാലം ഇവിടെ. എയുടെ വിഹിതം എത്ര? 4 ഓപ്ഷൻ ഉണ്ട്. 27,000, 30,000, 23,000, 34,000. നോക്കാം. മിസ്റ്റർ എയും മിസ്റ്റർ ബിയും 20,000 30,000 മുടക്കിയാണ് ഒരു കച്ചവടം ആരംഭിച്ചത്. ശരി, ഇനി നിങ്ങൾ നോക്കി 6 മാസങ്ങൾക്ക് ശേഷം. എടാ 6 മാസം വരെ ഒരു കുഴപ്പമില്ല. 6 മാസം വരെ ഒരു കുഴപ്പമില്ല. 6 മാസം വരെ. അപ്പോൾ ആലോചിക്കുക, എ ആദ്യം 20,000 രൂപയാണ് മക്കളെ കൊണ്ടുവന്നത്. 20,000 രൂപ. 6 മാസം വിനിയോഗിച്ചില്ലയോ ബിസിനസ്സിൽ? 6 മാസം വിനിയോഗിക്കപ്പെട്ടില്ലയോ? അപ്പോൾ 20,000 × 6 ബൈ 12 എന്നൊന്നും എഴുതണ്ട. ബൈ 12 എഴുതണ്ട. വേണോ? ബൈ 12 വേണ്ട. ഓക്കെ. മാസം എഴുതുമ്പോൾ എല്ലായിടത്തും മാസം അങ്ങ് എഴുതിയാൽ മതി. വർഷം എഴുതുമ്പോൾ എല്ലായിടത്തും വർഷം എഴുതണം. മാസം എഴുതുമ്പോൾ എല്ലായിടത്തും മാസം എഴുതണം. അങ്ങനെയുള്ളൂ. അതുകൊണ്ട് ബൈ 12 വേണ്ട. ശരി, അപ്പോൾ 20,000 രൂപ എയുടെ പേരിൽ അവിടെ 6 മാസം ബിസിനസ്സിൽ വിനിയോഗിക്കപ്പെട്ടു. ബി ഒരു 30,000 അല്ലേ മക്കളെ കൊണ്ടുവന്നത്? ബി ഒരു 30,000 അല്ലേ കൊണ്ടുവന്നത്? 30,000 രൂപ 30,000 രൂപ 6 മാസം വിനിയോഗിക്കപ്പെട്ടു. എയുടെ 20,000 ബിസിനസ്സിൽ വിനിയോഗിച്ചു, ബിയുടെ 30,000 ബിസിനസ്സിൽ വിനിയോഗിച്ചു. രണ്ടും വിനിയോഗിച്ചത് 6 മാസം വരെ. 6 മാസം കഴിഞ്ഞപ്പോൾ എന്താ നടക്കുന്നത്? 6 മാസങ്ങൾക്ക് ശേഷം എ 5,000 രൂപ അധികം നിക്ഷേപിച്ച്. അപ്പം മക്കളെ എ ഒരു 5,000 കൂടി കൊണ്ടുവന്ന്. അപ്പം നിലവിൽ എയുടെ പേരിൽ എന്തുണ്ട്? 20,000 ഉള്ളതാ. ഒരു 5,000 കൂടെ അധികം കൊണ്ടുവന്നാൽ ഇനി ബാക്കി മക്കളെ ആ വർഷം അവസാനിക്കാൻ ഇനി എത്ര മാസമുണ്ട്? ആ വർഷം അവസാനിക്കാൻ ഇനി ഒരു 6 മാസം ഇല്ലയോ? ആ വർഷം അവസാനിക്കാൻ ഇനി 6 മാസം ഇല്ലേ? 6 മാസം വിനിയോഗിച്ച്. അപ്പോൾ ബാക്കി ആ വർഷം അവസാനിക്കാൻ 6 മാസം കൂടെ. അപ്പോൾ ഇനി 6 മാസത്തിൽ എടാ എയുടെ പേരിൽ 25,000 രൂപയില്ലേ മക്കളെ? 25,000 ശരിയാണോ? എടാ 20,000 ഉണ്ടായിരുന്നല്ലോ ഓൾറെഡി. അപ്പോൾ 5,000 കൊണ്ട് കൊണ്ടുവന്നപ്പം ഇപ്പോൾ 25,000 ആയി. എങ്കിൽ ബാക്കി 6 മാസം എയുടെ 25,000 ആണ് വിനിയോഗിക്കുന്നത്. അപ്പോൾ ഇതാണ് എയുടെ ക്യാപിറ്റൽ ബിസിനസ്സിൽ വിനിയോഗിക്കപ്പെട്ടത്. ഓക്കെ. ഇതേ സമയത്ത് ബിയുടെ എന്താ സംഭവിച്ചേ? ബി ഒരു 10,000 രൂപ പിൻവലിച്ചെന്നല്ലേ മക്കളെ പറയുന്നത്? ബി ഒരു 10,000 രൂപ പിൻവലിച്ച്. അപ്പോൾ ബിക്ക് മൊത്തം അവിടെ 30,000 ഉണ്ടായിരുന്നു. അവിടുന്ന് 10,000 പിൻവലിച്ചാൽ ബാക്കി 20,000. എങ്കിൽ 20,000 രൂപയുള്ളൂ ഇനി ബിയുടെ പേരിൽ. അതാണ് ബാക്കിയുള്ള 6 മാസം വിനിയോഗിക്കപ്പെടുന്നത്. ഓക്കെ. അപ്പോൾ ഇതാണ് ഇവരുടെ മൂലധനം നിക്ഷേപിച്ച റേഷ്യോ. കണ്ടെത്താം. 6 2 12,000 അല്ലേ? അപ്പോൾ 12,000 പ്ലസ് 20,000 ആണ്. 12,000 അല്ല, 20,000 അല്ലേ? 20,000 × 6 എന്ന് പറഞ്ഞാൽ 1,20,000 അല്ലേ? 1,20,000 പ്ലസ് 25 × 6 എന്ന് പറഞ്ഞാൽ 1,50,000. 1,50,000 പൂജ്യങ്ങളൊക്കെ കളഞ്ഞിട്ട് വേണമെങ്കിലും ഗുണിക്കാം, കാര്യമൊന്നുമില്ല. ഇവിടെ 30,000 × 6 എന്ന് പറഞ്ഞാൽ 1,80,000 പ്ലസ് 20,000 × 6 എന്ന് പറഞ്ഞാൽ 1,20,000. ഓക്കെ. കൂട്ടുമ്പം മക്കളെ ഒരു 2,70,000 എന്ന് വരും. ശരിയാണോ?
എടാ 1,50,000 1,20,000 കൂട്ടിയാൽ 2,70,000. അംശബന്ധം 1,80,000 1,20,000 കൂട്ടിയാൽ 3 ലക്ഷം. ശരി, രണ്ടിടത്തുനിന്നും മക്കളെ 4 പൂജ്യങ്ങൾ ക്യാൻസൽ ചെയ്യാം. 4 പൂജ്യങ്ങൾ ക്യാൻസൽ ചെയ്താൽ 27:30 എന്ന് വരും. 27:30. നമുക്ക് ഇതാ രണ്ടുപേരെയും 3 കൊണ്ട് വെട്ടാം. ഇവിടെ 9, ഇവിടെ 10 വരും. ഇനി വെട്ടാൻ സംഖ്യയൊന്നുമില്ല. 9:10 എന്ന് വരും. അതായത് ഇതാ ഇവരുടെ ലാഭവും നഷ്ടവും വീതിക്കേണ്ട റേഷ്യോ മക്കളെ 9:10. 9:10. ഓക്കെ, അപ്പം 10 9 കൂട്ടിയാൽ മൊത്തം 19 റേഷ്യോയിൽ ഇതാ എയ്ക്ക് കിട്ടേണ്ടത് മക്കളെ 9 റേഷ്യോയും ബിക്ക് കിട്ടേണ്ടത് 10 റേഷ്യോയും. അപ്പോൾ 19-ൽ 9 എയുടെ റേഷ്യോ അല്ലേ? 19-ൽ 9. എങ്കിൽ പറ, ഒരു വർഷം കഴിഞ്ഞ് കിട്ടുന്ന ലാഭം എത്ര എന്നാണ് പറയുന്നത്? ഒരു വർഷം കഴിഞ്ഞ് മൊത്തം മക്കളെ 57,000 രൂപ ലാഭം കിട്ടിയെന്നാണ് പറയുന്നത്. 57,000. എങ്കിൽ എയുടെ വിഹിതം കണ്ടുപിടിക്കാൻ മൊത്തം 57,000 രൂപയുടെ 19-ൽ 9 ഭാഗമാണ് എയുടെ വിഹിതം. വെട്ടുമ്പം ഒരു തവണ 9, 19-നകത്ത് ഒരു തവണ 19. 19 3 തവണ മക്കളെ 57. 19 3 തവണ 57. ഓക്കെ അല്ലേ? ശരി, 9 3 27. 27 പിന്നെ ഒരു 3 പൂജ്യവും. എങ്കിൽ ദാ എയുടെ ലാഭവിഹിതം എന്ന് പറയുന്നത് മകളെ 27,000 രൂപയാണ്. എയുടെ ലാഭവിഹിതം എന്ന് പറയുന്നത് 27,000 രൂപയാണ്. മനസ്സിലായോ? എയുടെ ലാഭവിഹിതം 27,000 രൂപ. ദ ഫസ്റ്റ് ഓപ്ഷൻ എ ആണ് ശരി ഉത്തരം. മനസ്സിലായി കാണും എന്ന് കരുതുന്നു. ക്ലിയർ അല്ലേ? നമുക്ക് അടുത്ത മറ്റൊരു ചോദ്യത്തിലോട്ട് പോയാലോ? ചോദ്യം ഇങ്ങനെയാണ്: 10,000 രൂപ കൂട്ടുപലിശ കാണുന്ന ഒരു ബാങ്കിൽ 10% വാർഷിക കൂട്ടുപലിശ നിരക്കിൽ 2 വർഷവും 4 മാസവും നിക്ഷേപിക്കുന്നു. കാലാവധി പൂർത്തിയാകുമ്പോൾ ലഭിക്കുന്ന ആകെ തുക എത്ര? ഇതാണ് ചോദ്യം. കാലാവധി പൂർത്തിയാകുമ്പോൾ ലഭിക്കുന്ന ആകെ തുകയാണ് കണ്ടുപിടിക്കേണ്ടത്. എടാ നോക്കിയേ, 10,000 രൂപ 10% വാർഷിക കൂട്ടുപലിശ കാണുന്ന ബാങ്കിൽ 2 വർഷം മക്കളെ 2 വർഷവും 4 മാസവും നിക്ഷേപിക്കുന്നു. 2 വർഷവും 4 മാസവും നിക്ഷേപിക്കുന്നു. എങ്കിൽ ഈ 2 വർഷവും 4 മാസവും കഴിഞ്ഞ് ലഭിക്കുന്ന ആകെ തുക എത്ര എന്നാണ് കണ്ടെത്തേണ്ടത്. ഇത് നമ്മളെ ടോപ്പിക് വൈസ് നമ്മുടെ ക്ലാസ്സിലൊക്കെ ചർച്ച ചെയ്തിട്ടുള്ളതാണ്. നമ്മുടെ ആപ്പിലൊക്കെ ഉള്ളവർക്കാണെങ്കിൽ അറിയാം. മക്കളെ ഇങ്ങനൊരു ചോദ്യം ചോദിച്ചാൽ ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട്, എടാ ആദ്യം ഈ തന്നിരിക്കുന്ന വർഷം അങ്ങ് കംപ്ലീറ്റ് ചെയ്യണം. അതായത് 10,000 രൂപ 10% നിരക്കിൽ 2 വർഷത്തേക്ക് നിക്ഷേപിക്കുന്നു. 4 മാസം തൽക്കാലം വിട്. 2 വർഷത്തേക്ക് നിക്ഷേപിച്ചാൽ 2 വർഷം കഴിഞ്ഞ് ലഭിക്കുന്ന ആകത്തുക കണ്ടുപിടിക്കാൻ നമുക്കറിയത്തില്ലയോ? അറിയാം. 2 വർഷം കഴിഞ്ഞ് ലഭിക്കുന്ന ആകത്തുക എങ്ങനെ കണ്ടുപിടിക്കുന്നത്? അത് നമ്മൾ പഠിച്ചിട്ടുണ്ട്. എടാ കോഡ് അറിയാം, നമുക്കറിയാം. കോഡ് എന്താണ്? ഒരു വർഷമാണെങ്കിൽ 11, 2 വർഷമാണെങ്കിൽ 1 2 1, 3 വർഷമാണെങ്കിൽ 1 3 3 1. ഓർമ്മയുണ്ടായിരിക്കും ഇതെങ്ങനെ എഴുതുന്നതെന്നൊക്കെ ഞാൻ പറഞ്ഞതിലുള്ളതാ. ശരി, അപ്പോൾ 2 വർഷത്തിൻ്റെ കോഡ് എന്ന് പറഞ്ഞ മക്കളെ 1 2 1. 2 വർഷത്തിൻ്റെ കോഡ് 1 2 1. 2 വർഷത്തിൻ്റെ കോഡ് 1 2 1. 2 വർഷം എന്ന് കേട്ടാൽ ഒന്നുമില്ല, 11ന്റെ സ്ക്വയർ. 3 വർഷം എന്ന് കേട്ടാൽ 11ന്റെ ക്യൂബ്. 4 വർഷം എന്ന് കേട്ടാൽ 11/4. അപ്പോൾ 2 വർഷം നമ്മുടെ 2 വർഷം എന്ന് കേട്ടാൽ 11/2. 2 വർഷം എന്ന് പറഞ്ഞാൽ 11/2. 3 വർഷം എന്ന് പറഞ്ഞാൽ 11/3. 4 വർഷം എന്ന് പറഞ്ഞാൽ 11/4. അപ്പോൾ ഇവിടെ 2 വർഷമായിട്ട് 11/2. അത് 121. അത് അങ്ങോട്ട് എഴുതി. ഇനി ഏറ്റവും ആദ്യം 1ന്റെ താഴെ നമ്മൾ എന്തെഴുതും? നമ്മുടെ പ്രിൻസിപ്പൽ എമൗണ്ട് 10,000 എഴുതും. ഇനി ഇവൻ്റെ ശതമാനം, നമ്മുടെ ആ ചോദ്യത്തിൽ പറഞ്ഞിരിക്കുന്ന ആ ശതമാനം 10 അല്ലേ? 10,000 എഴുതി. 2 വർഷത്തിൻ്റെ കോഡ് എഴുതി. ഇനി 10% കണ്ടുപിടിച്ച് പോകണം. പറ, 10,000ന്റെ 10% എന്ന് പറഞ്ഞ മക്കളെ ഇവിടെ 1000 വരും. ഇനി 1000ന്റെ 10% ഇപ്പുറത്തോട് 100 വരും. ഓക്കെ, ഇത് ഗുണിക്കുമായിരുന്നു, ഓർമ്മയുണ്ടോ? ഇത് ഗുണിക്കും, ഇത് പരസ്പരം ഗുണിക്കും. 1 × 10,000 എന്ന് പറഞ്ഞാൽ 10,000. 2 × 1000 2000. 1 × 100 100. ഓക്കെ ആണേ? ഇനി പറ, ഞാൻ അന്ന് പറഞ്ഞിട്ടുണ്ട് എന്താ കാലാവധി കഴിഞ്ഞാൽ ലഭിക്കുന്ന ആകെ തുകയെന്ന് പറഞ്ഞാൽ എപ്പോഴും ഈ വരയ്ക്ക് താഴെ കിട്ടിയ എല്ലാം കൂടി കൂട്ടിയാൽ മതി. ഈ വരയ്ക്ക് താഴെ കിട്ടിയ എല്ലാം കൂടെ കൂട്ടണം. അങ്ങനെ കൂട്ടുമ്പം 10,000 2000 12,000 12,000 100 12,100. എടാ എങ്കിൽ കാലാവധി കഴിഞ്ഞാൽ ലഭിക്കുന്ന ആകത്തുക 12,100 രൂപയാണ്. 2 കൊല്ലം കഴിഞ്ഞാൽ ലഭിക്കുന്ന ആകത്തുക 12,100 രൂപയാണ്. ഇത് ക്ലിയർ ആണോ? 2 കൊല്ലം കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? 12,100 രൂപ മൊത്തം തിരിച്ചു കിട്ടും. ഇനി നമുക്കറിയാം 2 വർഷത്തിൻ്റെ മാത്രമല്ല,
ഒരു 4 മാസത്തിൻ്റെ കണക്കൂടെ ഉണ്ട്. അപ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടത് എത്രയേ ഉള്ളൂ. എടാ 4 മാസത്തെ പലിശയും കൂടെ കണ്ടുപിടിക്കണം. നമുക്കറിയാം ഇത് എന്ത് പലിശയാണ്? കൂട്ടുപലിശയാണ്. കൂട്ടുപലിശ എന്ന് പറഞ്ഞാൽ പ്രത്യേകത എന്തുവാ? മുതലിനും പലിശ തരണം, പലിശയ്ക്കും പലിശ തരണം. എടാ മുതലിനും പലിശ തരണം, പലിശയ്ക്കും പലിശ തരണം. എങ്കിൽ 2 കൊല്ലം കൊണ്ട് നമ്മുടെ മുതലും പലിശയും എല്ലാം മക്കളെ ഇത്രയല്ലേ ഉള്ളത്. എൻ്റെ മുതലും ഉണ്ട്, അതിൻ്റെ പലിശയും ഉണ്ട്. മൊത്തത്തിൽ 2 കൊല്ലം കൊണ്ട് 12,100 എൻ്റെ മുതലും പലിശ എല്ലാം കൂടെ. എങ്കിൽ ഈ മൊത്തം തുകയ്ക്കാണ് മക്കളെ ഇനി പലിശ തരേണ്ടത്. ഈ മൊത്തം തുകയ്ക്കാണ് ഇനി പലിശ തരേണ്ടത്. എടാ മുതലിനും പലിശ തരണം, പലിശയ്ക്കും പലിശ തരണം. അപ്പം മുതലും പലിശയും കൂടെ മൊത്തം ഇത്രയുണ്ട്. ഇതിനാണ് ഇനി പലിശ തരേണ്ടത്. മനസ്സിലായോ? അപ്പോൾ നമ്മൾ എങ്ങനെ ചെയ്യുമെന്ന് ചോദിച്ചാൽ ഇത്രയേ ഉള്ളൂ. എടാ 12,100 4 മാസത്തെയും കൂടെ പലിശ കണ്ടുപിടിക്കണം. കാര്യം മുതലിൻ്റെയും പലിശയുടെ പലിശ തരണം. അതാണല്ലോ കൂട്ടുപലിശ. അതിന് പലിശ നിരക്ക് മക്കളെ 10%. അപ്പം 100ൽ 10 എഴുതണം. അപ്പം മൊത്തം തുക എത്ര? ഇതെല്ലാം കൂടെ കൂട്ടിയാൽ 12,100. 12,100 2 കൊല്ലം കഴിഞ്ഞാൽ ലഭിക്കുന്ന ആകെ തുക 12,100. അതിൻ്റെ 10% പലിശ തരണം. ശരി, ഇതേ മാത്രം നമ്മളിങ്ങനെ ചെയ്തു വെച്ചാൽ മക്കളെ 1 കൊല്ലത്തെ പലിശ കിട്ടും. ഇത് ഇത്രയും മാത്രം ഞാൻ എഴുതി വെച്ചാൽ മക്കളെ അത് 1 കൊല്ലത്തെ പലിശയായി പോവും. എനിക്കറിയാം 1 കൊല്ലത്തെ പലിശ ഉണ്ടോ ഇനി? ഇല്ല, വെറും 4 മാസത്തെ പലിശയുള്ളൂ. അപ്പം 4 മാസം ഒന്ന് സൂചിപ്പിക്കാൻ 12ൽ 4 എഴുതണം. എടാ 4 മാസമാണെന്നറിയാൻ 4നെ 12 ഉണ്ട്. അതായത് ആകെ മാസങ്ങളുടെ എണ്ണമായ 12 കൊണ്ടൊന്ന് ഹരിച്ചേക്കണം. മനസ്സിലായോ? 4 മാസമാണെന്നറിയാൻ 4/12. ചിലപ്പോൾ ചോദിക്കും 2 വർഷവും ഒരു 100 ദിവസത്തെയും പലിശ എത്രയെന്ന് ചോദിക്കും. അപ്പം 100 ദിവസത്തെ പലിശ ആണെങ്കിൽ എന്ത് ചെയ്യണം? 4 മാസത്തിന് പകരം മക്കളെ 4 മാസത്തിന് പകരം 100 ദിവസത്തെ പലിശ കാണണം. അപ്പം നിങ്ങൾ 100 / ആകെ ദിവസങ്ങളുടെ എണ്ണമായ 365 കൊണ്ട് ഹരിക്കണം. മനസ്സിലായോ? മൊത്തം 100 ദിവസമാണെങ്കിൽ 100 / മൊത്തം ദിവസങ്ങളുടെ എണ്ണം 365 കൊണ്ട് ഹരിക്കണം. ഇവിടെ ഇപ്പം 4 മാസത്തെ പലിശ വേണം. അപ്പം 4 / മൊത്തം മാസങ്ങളുടെ എണ്ണമായ 12 കൊണ്ട് ഹരിക്കണം. അത്രയേ ഉള്ളൂ. കഴിഞ്ഞു. വെട്ടാം. ഈ 2 പൂജ്യവും മക്കളെ ഈ 2 പൂജ്യം വെട്ടാം. ഓക്കെ, 4 കൊണ്ട് വെട്ടുമ്പം 4-നകത്ത് 4 ഒരു തവണ, 12-നകത്ത് 4 3 തവണ. 2 1 3 4 3 കൊണ്ട് വെട്ടാൻ പറ്റത്തില്ല. ഇനി ആകെപ്പാടുള്ള മാർഗം 121 × 10 എന്ന് പറഞ്ഞാൽ 1210. 1210/3 ചെയ്യണം. അതിന് വേറെ മാർഗമൊന്നുമില്ല. 1210നെ 3 കൊണ്ട് ഹരിക്കുക തന്നെയാണ് മാർഗം. 4 3 12 ശിഷ്ടം 0 1 താത്തെഴുതി. എന്നിട്ട് തുടങ്ങുന്നില്ല, മേളിൽ 0 കൊടുക്കും. എന്നിട്ട് 10 കൂടെ താത്തെഴുതും. 3 തവണ 9 ശിഷ്ടം 1 പോയിന്റ് 10-നകത്ത് വീണ്ടും 3 തവണ. മതി മക്കളെ, ഇങ്ങനെ പോയിക്കൊണ്ടേയിരിക്കും. അതായത് ഇവിടെ കിട്ടുന്ന പലിശ 403.3 രൂപ. മക്കളെ 403.3 രൂപ. 0.3 ആയതുകൊണ്ടേ നമുക്കറിയാം 0.5-നേക്കാൾ കൂടുതലാണെങ്കിൽ നമ്മൾ ഒരു സ്ഥാനം കൂട്ടി ഇവിടെ എഴുതും. 403.5 അല്ലെങ്കിൽ 403.6 ഒക്കെ ആണെങ്കിൽ നമ്മൾ 404 എഴുതും. 403.3 ഒക്കെ ആണെങ്കിൽ ആ 3 വേണേൽ കളയുകയും ചെയ്യാം. 403 എന്ന് വേണമെങ്കിലും പറയാം. ശരി, എങ്കിൽ 4 മാസത്തെ പലിശ കിട്ടി മക്കളെ. 4 മാസത്തെ പലിശ കിട്ടി. 4 മാസത്തെ പലിശ എത്ര? 403.3. ഞാൻ 3 അങ്ങ് എടുക്കുക. എങ്കിൽ 2 വർഷവും 4 മാസവും കഴിഞ്ഞാൽ ലഭിക്കുന്ന ആകെ തുകയെന്ന് പറഞ്ഞാൽ 2 വർഷം കൊണ്ട് കിട്ടിയ ആകെ തുക എടുക്കണം. പിന്നെ ആ തുകയ്ക്കൂടെ നമുക്ക് പലിശ തന്ന 4 മാസത്തേക്ക് നമ്മുടെ മുതലും ഉണ്ട്, ഇതിനകത്ത് പലിശയുണ്ട്. ആ മൊത്തം തുകയുടെ പലിശയാണ് നമ്മൾ 4 മാസത്തെ കണ്ടുപിടിച്ചത്. ആ പലിശ 403.3 എന്ന് കിട്ടി. എങ്കിൽ ആകെ തുക എന്ന് പറഞ്ഞാൽ ഇതെല്ലാം കൂടെ കൂട്ടും. 0.3 ഇവിടെ 3 ഇവിടെ 0 4 1 5 2. ഓക്കെ, 12,503.3 രൂപ. എങ്കിൽ 2 കൊല്ലവും 4 മാസവും കഴിയുമ്പോൾ നമുക്ക് തിരിച്ച് കിട്ടുന്ന മുഴുവൻ തുക 12,503 രൂപ 30 പൈസ. 3.3നെ 30 പൈസ എന്ന് പറയാം. 12,503 രൂപ 30 പൈസ. ഓക്കെ, ക്ലിയർ ആണോ? മനസ്സിലായി കാണും എന്ന് കരുതട്ടെ. ശരിതാ, നമുക്ക് അടുത്തൊരു ചോദ്യം നോക്കിയാലോ. 20,000 രൂപ വാർഷിക കൂട്ടുപലിശ കാണുന്ന ഒരു ബാങ്കിൽ 6% നിരക്കിൽ 2 വർഷവും 9 മാസവും നിക്ഷേപിക്കുന്നു. കാലാവധി പൂർത്തിയാകുമ്പോൾ ലഭിക്കുന്ന ആകെ തുക എത്ര? നോക്കിയാൽ മക്കളെ, എത്ര? 20,000 രൂപ. കണ്ടോ? വാർഷിക കൂട്ടുപലിശ കാണുന്ന ബാങ്കിൽ 6% നിരക്കിൽ നിക്ഷേപിക്കുന്നു. 2 വർഷവും മക്കളെ 2 വർഷവും 9 മാസവും കഴിഞ്ഞാൽ ലഭിക്കുന്ന ആകെ തുക എത്ര എന്നാണ് കണ്ടുപിടിക്കേണ്ടത്. ഞാൻ പറഞ്ഞ എന്തുവാ, ഇങ്ങനൊരു ചോദ്യം ചോദിക്കുമ്പോൾ നിങ്ങൾ വർഷം കംപ്ലീറ്റ് ചെയ്തിട്ട് അതിൻ്റെ കണക്കങ്ങ് ചെയ്യും. 20,000 രൂപ 6% നിരക്കിൽ 2 വർഷത്തേക്ക് 2 വർഷത്തിൻ്റെ കണക്ക് ചെയ്യാം. അപ്പോൾ 2 വർഷത്തിൻ്റെ കണക്ക് ചെയ്യുമ്പം നമ്മുടെ കോഡ് പറ. 121 121 അങ്ങോട്ട് എഴുതി.
121. ഓക്കെ, ഏറ്റവും ആദ്യത്തെ ഒന്നിൻ്റെ താഴെ നമ്മുടെ പ്രിൻസിപ്പൽ എമൗണ്ട് എഴുതും 20,000 രൂപ. ഇനി ശതമാനമാണ്, ഇനി ശതമാനത്തിൻ്റെ വരവാണ്. അപ്പം ഇവൻ്റെ 6% അല്ലേ, ചോദ്യത്തിൽ 6%. അപ്പോൾ ഇവൻ്റെ 6% കാണണം. ഞാൻ പറഞ്ഞിട്ടുണ്ട് 6% കാണാൻ എളുപ്പമാർഗം എന്തുവാ, ഇവൻ്റെ 1% ഇങ്ങോട്ട് എഴുതി വെച്ചിട്ട് അതിനെ 6 കൊണ്ട് ഗുണിച്ചാൽ മതി അല്ലേ. എടാ 1%നെ 6 കൊണ്ട് ഗുണിച്ചാൽ 6% കിട്ടും, 1%നെ 12 കൊണ്ട് ഗുണിച്ചാൽ 12% കിട്ടും, 1%നെ 5 കൊണ്ട് ഗുണിച്ചാൽ 5% കിട്ടും. അപ്പോൾ ഏതൊരു സംഖ്യയുടെ 1% കാണുന്ന എളുപ്പമാർഗം എന്താണെന്നാണ് ഞാൻ പറഞ്ഞത്. എടാ വലത്തുനിന്ന് 2 സ്ഥാനം ഇടത്തോട്ട് മാറ്റി ഒരു പോയിന്റ് ചെയ്താൽ മതി, അതാണ് 1%. ഏതൊരു സംഖ്യയുടെ 1% കാണാൻ വലത്തു നിന്നും 2 സ്ഥാനം ഇടത്തോട്ട് മാറ്റി പോയിന്റ് ചെയ്താൽ മതി. എങ്കിൽ പറ മക്കളെ, ഇവൻ്റെ 6% ഇങ്ങോട്ട് എഴുതാൻ ആദ്യം ഇവൻ്റെ 1%, 200 ഞാൻ എഴുതി. 200 2 സ്ഥാനം ഇടത്തോട്ട് മാറ്റി പോയിന്റ് ചെയ്യുമ്പോൾ 200.00, അത് 200. 6% ആക്കാൻ ഇൻറ്റു 6, 6 2 12, 1200. ഓക്കെ, വീണ്ടും 1200 6% ഇപ്പുറത്തോട്ട് എഴുതണം. അതിനാദ്യം 1200 1% എഴുതി 12, കാര്യം 2 സ്ഥാനം ഇടത്തോട്ട് മാറ്റി പോയിന്റ് ചെയ്തപ്പം 12.00, അത് 12. ഇനി 6% ആക്കാൻ ഇൻറ്റു 6, 12 6 72. ഓക്കെ, അടുത്ത സെറ്റപ്പ് എന്തുവാ, നമ്മളിത് ഗുണിക്കണം, മറന്നുപോലെ. 1 ഗുണം 20,000 എന്ന് പറഞ്ഞാൽ 20,000, 2 ഗുണം 1200 എന്ന് പറഞ്ഞാൽ 2400, 1 ഗുണം 72 72. കാലാവധി പൂർത്തിയാകുമ്പോൾ ലഭിക്കുന്ന ആകെത്തുക എന്ന് പറഞ്ഞാൽ മക്കളെ, എന്ന് പറഞ്ഞാൽ 2 കൊല്ലം കഴിഞ്ഞാൽ ലഭിക്കുന്ന ആകെത്തുക എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത്, ഇതെല്ലാം കൂടെ കൂട്ടിയാൽ മതി എന്ന് ഞാൻ പറഞ്ഞു. അപ്പം മക്കളെ 22,472 എന്ന് വരും അല്ലേ. 22,472, 22,472 ശരിയല്ലേ, ശരിയാണ്. ഇനി നമുക്ക് അടുത്ത കണ്ടുപിടിക്കണം എന്തുവാ. എടാ ഒരു 9 മാസമുണ്ട്, ദാ നോക്കിയേ, 2 വർഷവും 9 മാസവും കഴിഞ്ഞാൽ ലഭിക്കുന്ന ആകെത്തുകയെ കണ്ടുപിടിക്കുന്നത്. അപ്പോൾ 9 മാസത്തെ പലിശയും കൂടെ കാണണം. എങ്ങനെ കാണും, ഇനി നമുക്കറിയാം 9 മാസം നമുക്ക് തരാൻ പോകുന്ന പലിശ നമ്മുടെ മുതലിനും തരും പലിശയ്ക്കും പലിശ തരും. എന്ന് പറഞ്ഞാൽ നമ്മുടെ മുതലും പലിശ എല്ലാം കൂടി ഇപ്പം 22,472 രൂപയില്ലേ ഉണ്ട്. എങ്കിൽ 22,472 രൂപയുടെ എത്ര 6% തരണം മക്കളെ, 6% തരണം. ഇനി എത്ര മാസത്തേക്ക് തന്നാൽ മതി, 9 മാസത്തേക്ക്. അപ്പം 12ൽ 9 എന്നെഴുതണം അല്ലേ, വെട്ടാം. 6-നകത്ത് 6 ഒരു തവണ, 12-നകത്ത് 2 തവണ. ഓക്കെ, അടുത്തത് 2 കൊണ്ട് ഇവിടെ വെട്ടാം. 2-നകത്ത് 2 ഒരു തവണ, ഇവിടെയും 1 തവണ, ഇവിടെയും 1 തവണ, 4-നകത്ത് 2 തവണ, 7-നകത്ത് 3 2 6, ശിഷ്ടം 1 12-നകത്ത് 6 തവണ. ശരി, ഇനി 100 കൊണ്ട് വെട്ടാൻ നിൽക്കുന്നില്ല. ഞാൻ എന്താ ഇവനെ 9 കൊണ്ട് ഗുണിക്കുന്നു, ശേഷം 100 കൊണ്ട് ഹരിക്കുക എന്ന് പറഞ്ഞാൽ 2 സ്ഥാനം ഇടത്തോട്ട് മാറ്റി പോയിന്റ് ചെയ്താൽ മതിയല്ലോ, അതാ എളുപ്പം. 9 6 54 4, ശിഷ്ടം 5, 9 3 27, 27ഉം 5ഉം 32-ന് 2, ശിഷ്ടം 3, 9 2 18, 18-ന് 2 21, 21-ന് 1, ശിഷ്ടം 2, 9 9 2 11-ന് 1, ശിഷ്ടം 1, 9 9 1 10. ശേഷം ബൈ 100 ഉണ്ട്, 100 കൊണ്ട് ഹരിക്കുമ്പോൾ മക്കളെ 1011.24 കിട്ടും. 1011 രൂപ 24 പൈസ. എങ്കിൽ ഇതാ 9 മാസത്തെ പലിശ മക്കളെ, 9 മാസത്തെ പലിശ എന്ന് പറയുന്നത് 1011 രൂപ 24 പൈസ. എങ്കിൽ 2 വർഷവും 9 മാസവും കഴിഞ്ഞ് ലഭിക്കുന്ന ആകെ തുക എന്ന് പറഞ്ഞാൽ മക്കളെ 0.24. ഇവിടെ കൂട്ടും, 2 1 3, 7 1 8, 4, 2 1 3 2, 23,483.24, 23,483.24. ഇതാണ് 2 വർഷവും 9 മാസവും കഴിഞ്ഞ് ലഭിക്കുന്ന ആകെത്തുക. ഓക്കെ, ക്ലിയർ ആണെന്ന് കരുതുന്നു. ഓക്കെ അല്ലേ, ശരി. അങ്ങനെയെങ്കിൽ മക്കളതാ ഇവിടെ ഒരു ചോദ്യമുണ്ട്. എടാ 1 ലക്ഷം രൂപ 10% വാർഷിക കൂട്ടുപലിശ കാണുന്ന ഒരു ബാങ്കിൽ 3 വർഷവും 3 മാസവും നിക്ഷേപിക്കുന്നു. 3 വർഷവും 3 മാസവുമാണേ, 3 വർഷവും 3 മാസവുമാണേ. എങ്കിൽ കാലാവധി പൂർത്തിയാകുമ്പോൾ ലഭിക്കുന്ന ആകെ തുക എത്ര? എടാ നോക്കിയേ, 1 ലക്ഷം രൂപ ദാ 10% വാർഷിക കൂട്ടുപലിശ കാണുന്ന ബാങ്കിൽ 3 വർഷം, 3 വർഷവും 3 മാസവും നിക്ഷേപിക്കുന്നു. 3 വർഷവും 3 മാസവും നിക്ഷേപിക്കുന്നു. എങ്കിൽ കാലാവധി പൂർത്തിയാകുമ്പോൾ ലഭിക്കുന്ന ആകെ തുക കണ്ടുപിടിക്കണം. ഞാൻ നിങ്ങളോട് പറഞ്ഞെന്തുവാ, ആദ്യം നിങ്ങൾ കംപ്ലീറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന വർഷം എടുക്കണം. 3 വർഷത്തിനെ കണക്കിക്കണം. 3 വർഷം കഴിഞ്ഞാൽ ആകെ എത്ര രൂപ തിരിച്ചു കിട്ടും എന്ന് കണ്ടുപിടിക്കണം. അതിന് 3 വർഷത്തിൻ്റെ കോഡ് അറിയണം. 3 വർഷത്തിൻ്റെ കോഡെന്ന് പറഞ്ഞാൽ 11 റൈസ്റ്റ് 3, 11ൻ്റെ ക്യൂബ്.
6331. ഇതെങ്ങനെ എളുപ്പം എഴുതുന്നതെന്നൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട് പണ്ട്. ശരി, ഇത് വെച്ചുകൊണ്ട് ചെയ്യണം. എങ്ങനെ? 1 ലക്ഷം അങ്ങോട്ട് എഴുതും, 10% ഉണ്ട്, 1 ലക്ഷത്തിൻ്റെ 10% അപ്പുറത്തോട്ട്, അതിൻ്റെ 10% അപ്പുറത്തോട്ട്, അതിൻ്റെ 10% അപ്പുറത്തോട്ട്, ശേഷം താഴോട്ട് ഗുണിച്ച് താഴെ എഴുതും. എല്ലാം കൂടെ കൂട്ടിയാൽ 3 വർഷം കഴിഞ്ഞാൽ ലഭിക്കുന്ന ആകത്തുക കിട്ടും. പിന്നെ ഒരു 3 മാസത്തെ പലിശ കാണണം. അതിന് ആ ആകത്തുകയുടെ എത്ര? 100ൽ 10, അതായത് 10/100 ഇൻറ്റു 3 മാസമാകുമ്പോൾ മക്കളെ 3/12. അതുകൂടെ ചെയ്ത് കൂട്ടുമ്പം ഉത്തരവായി. ശരി, അതുകൊണ്ട് തന്നെ ഈ ഉത്തരം നിങ്ങൾ ചെയ്ത് എൻ്റെ വീഡിയോയ്ക്ക് താഴെ, ഈ ഒരു വീഡിയോയ്ക്ക് താഴെ നിങ്ങളുടെ അഭിപ്രായത്തിനോടൊപ്പം അതിൻ്റെ ഉത്തരവിടെ കമൻറ്റ് ചെയ്ത് വെക്കുമല്ലോ. നിങ്ങളുടെ എല്ലാവരുടെയും അഭിപ്രായങ്ങൾക്കും ഈ ഉത്തരത്തിനും വേണ്ടി ഞാൻ വെയിറ്റിംഗ് ആണ്. ഐ ആം വെയിറ്റിംഗ്. അതുകൊണ്ട് തീർച്ചയായിട്ടും നിങ്ങളെല്ലാവരും കമൻറ്റ് ചെയ്യുക. നിങ്ങളുടെ എല്ലാവരുടെയും വിലയേറിയ കമൻറ്റുകൾക്ക് വേണ്ടി ഞാൻ കാത്തിരിക്കും. അപ്പം അടുത്ത വീഡിയോ ക്ലാസ്സിൽ മറ്റു 2 ചോദ്യങ്ങളുമായിട്ട് വരുന്നത് വരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം. ബൈ ഫ്രം വിശാഖ് പാവുമ്പ.